ഹായ് ഗേസ്, എല്ലാവർക്കും അബീസ് ബസൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്പരത്തിപ്പൂവ് കൊണ്ടാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂവ് മുടിയിൽ ചൂടിയാലെന്നൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂവ് മുടിയിലല്ല ചൂടുന്ന, നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ചെമ്പരത്തിയിൽ അതിന് 5 ഇതൾ ചെമ്പരത്തിയാണ് കേട്ടോ, കണ്ടില്ലേ? മറ്റുള്ള ഒരുപാട് ലെയറുള്ളതൊന്നുമല്ല, 5 ഇതൾ ചെമ്പരത്തിയാണ്. ഇനി ഞാൻ അതിനെ എല്ലാം ഇതെല്ലാം കളഞ്ഞിട്ട് ഇതൾ മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൾ മാത്രം എടുക്കാൻ പോവാണ്. സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് തിളപ്പിക്കാൻ പോകണം കേട്ടോ. കളർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ചെമ്പരത്തിയുടെ കളർ കിട്ടുമോ. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ചെമ്പരത്തിപ്പൂ തിളപ്പിച്ച് എന്ത് കളർ ഉണ്ടാവുകയെന്ന്. ഒരു ഗ്രേ കളറിലേക്കൊക്കെ പോവാം. ഗ്രേ കളറാണോ പറയുക അതിനെ? നമ്മുടെ ഗ്രേ കളർ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു വയലറ്റ് ഷെയ്ഡിലേക്കൊക്കെയാണ് പോവുക. ഗ്രേ കളറല്ല, സോറി, വയലറ്റ് ഷെയ്ഡിലേക്ക് പോവും. അപ്പോൾ നമ്മളതിൽ എന്താ ചെയ്യാൻ പോണത്? കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെമ്പരത്തിപ്പൂവ് തിളപ്പിക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി റെഡ്, നല്ല റെഡാട്ടോ. ആ റെഡ് ഞാനിതിൽ റെഡ് ഓറഞ്ച് അല്ല കേട്ടോ, ശരിക്കും റെഡ് കളറാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3-4 തുള്ളി ആഡ് ചെയ്ത് വിട്ടുള്ളൂ. കണ്ടില്ലേ, കളർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ചെമ്പരത്തിയുടെ ഒരു കളറ് നമ്മുടെ ശരിക്കും റെഡായി കിട്ടി. അല്ലെങ്കിൽ അത് ഒരു വയലറ്റ് ഷെയ്ഡിലേക്കൊക്കെ പോകും. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ സാധാരണഗതിയിൽ സോപ്പ് ബേസ് ഉണ്ടാക്കണ എല്ലാ ഐറ്റംസും കൂടിയിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് നമ്മുടെ ലൈറ്റ് സൊല്യൂഷൻ അടക്കം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇതിൽ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തത് ലൈവ് ഒഴിച്ചതിൻ്റെ ശേഷമാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ നിൽക്കണുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് നമ്മളെടുത്ത നമ്മൾ ലൈവ് സൊല്യൂഷൻ മുൻകൂട്ടി ഉണ്ടാക്കി വെച്ചത് കേട്ടോ, അപ്പോഴേക്കപ്പം എടുക്കണതല്ല. ലൈവ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഇത്തിരി അതിൻ്റെ ഹാർഡ്നെസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടി ലൈവ് ഒഴിച്ചു കൊടുക്കാം. ലൈവ് സൊല്യൂഷനായിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ പാരി നിൽക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത അളവിലുള്ള ലൈവ് തന്നെ മതി. ഇല്ലെങ്കിൽ അപ്പോൾ 50 ഗ്രാം ഒഴിക്കുന്നത് ഒരു 60 ഗ്രാം ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ ലൈവൊക്കെ ഒഴിച്ചു കൃത്യമായിട്ട് നമുക്കത്, ഇപ്പോൾ വെളിച്ചെണ്ണ ബേസാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ചെമ്പരത്തി സോപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ആ കിടക്കണ കട്ട എന്താണെന്നറിയോ? ആ കഷ്ണമായിട്ട് കിടക്കണത് നമ്മുടെ കട്ടായുള്ളതാണ്. നമ്മൾ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കട്ടായിട്ട് എങ്ങനെ വരുമെന്ന്. അപ്പോൾ അതിങ്ങനെ ആ ചൂടിൽ ഇങ്ങനെ ആയിക്കോളും. ഇനി ഈ പാകത്തിൽ നമ്മളിപ്പോൾ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ട് കളർ ആഡ് ചെയ്ത ചെമ്പരത്തിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. എന്താണെന്നറിയോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം? ഇങ്ങനെ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സോപ്പ് നമുക്ക് കളർ കിട്ടില്ല. കണ്ടില്ല, ഇപ്പോഴും കളർ വേറൊരു ഷെയ്ഡിലേക്ക് പോകുക. വെളിച്ചെണ്ണ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ വിചാരിച്ച കളർ സോപ്പ് ബേസിൽ കിട്ടില്ല. അപ്പോൾ അതിനാദ്യം കളർ ആഡ് ചെയ്ത ജ്യൂസ് നമ്മൾ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറാൻ നിന്നാൽ നമുക്ക് ഒരിക്കലും ഇത് കിട്ടില്ല. ചെമ്പരത്തിയുടെ സോപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ബേസ് വാങ്ങി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ ചെമ്പരത്തിയുടെ ജ്യൂസ് ഞാൻ കളർ ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുത്തത്, നിങ്ങൾ കണ്ടുല്ലോ. അപ്പം നമ്മൾ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, നമ്മൾ ആ ചൂടോടുകൂടി ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിട്ടാണ് ഇരിക്കുക. നമ്മൾ വിചാരിക്കണ റെഡ് കളർ ചെമ്പരത്തിയുടെ സോപ്പ് കിട്ടില്ല. അപ്പോൾ ചെമ്പരത്തിയുടെ സോപ്പ് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1/2 കിലോ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ ഉണ്ടാക്കുമ്പോൾ എത്ര 17 സോപ്പ് കിട്ടിയിട്ടുണ്ട് 1/2 കിലോ എടുത്തപ്പോൾ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ സോപ്പ് ഇതാ കേട്ടോ ആയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ചെമ്പരത്തിയുടെ സോപ്പ്. ഇനി ഞാൻ പാക്ക് ചെയ്യണത് കാണിക്കാം.
പലതരത്തിലും പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ ഞാൻ എളുപ്പം നമുക്ക് ഷ്രിങ്ക് റാപ്പിനെക്കാട്ടിയും ഷ്രിങ്ക് റാപ്പാണ് ഇത് സ്ക്രീൻ ക്രാപ്പാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്തിരിയും കൂടി ബെറ്റർ. കാരണം സോപ്പ് ഷ്രിങ്ക് റാപ്പിൽ പൊതിഞ്ഞാൽ സോപ്പ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു ഭയങ്കര അങ്ങനെ എന്താ പറയുക, അതിൻ്റെ കവറിലൊക്കെ ഒട്ടി പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഇത് വെച്ചിട്ടാണ് കണ്ടില്ല, ഇത്രയും നൈസായിട്ട് കീറിയെടുത്ത് സിമ്പിളായിട്ട് പൊതിയാം. അപ്പോൾ ഇങ്ങനെ സ്വിറ്റിങ് ഞാൻ അപ്പോൾ അതൊന്നും അടിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കത്തിയുടെ ബാക്ക് കൊണ്ട് കണ്ടോ, കത്തിയുടെ ബാക്ക് ഭാഗം കൊണ്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം അത് പോയി, നന്നായി പോയി. എന്നിട്ടാണ് പൊതിയണത് കേട്ടോ. ഞാൻ റബ്ബിങ് ആൽക്കോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. റബ്ബിങ് ആൽക്കോൾ ഞാൻ പരമാവധി ഞാൻ എന്താ പറയുക അങ്ങനെ സ്പ്രേ ചെയ്യാറില്ല. എനിക്കതിൻ്റെ മണം ഇഷ്ടമല്ല. മണം കേട്ടാൽ തന്നെ എനിക്ക് തലവേദന എടുക്കും. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പം കണ്ടില്ലേ, ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് എൻ്റെ ഓണത്തിന് എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഓണ സമയത്ത് ഷോപ്പിൽ വന്നിട്ട് വാങ്ങണ ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അടിച്ച ബാനറാണ് കേട്ടോ, ഓണം സമയത്ത്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇത് പെട്ടെന്ന് ചുളിയും, നൈസ് പേപ്പറല്ലേ, അപ്പോൾ അത് കാരണം പെട്ടെന്ന് ചുളിയും. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് വലിച്ചിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. ഓണ സമയത്ത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെയർ ഓയിലിൻ്റെ കൂടെ ഷാമ്പു ഫ്രീ. 5 സോപ്പ് വാങ്ങുമ്പോൾ ഒരെണ്ണം താളി 25 ml താളി ഫ്രീ. അങ്ങനെയൊക്കെ നമുക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, തള്ളവിരലിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സൈഡ് പൊതിയുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡൊക്കെ ചുളിഞ്ഞ് വരും കേട്ടോ. ഇത് ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് ഈ എന്താ പറയുക, സ്ക്രീൻ ക്രാപ്പ് വെച്ചിട്ട് പൊതിയാനേ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഒട്ടി പിടിച്ച് അവിടെ ഇരുന്നോളും. എന്നിട്ട് ഈ ഭാഗം വലിച്ചെടുക്കുക. ഒരുപാട് വലിക്കരുത്, ഒരുപാട് വലിച്ചാൽ ഇവിടുന്ന് പൊട്ടിപ്പോരും, ഈ ഭാഗം ഇങ്ങോട്ട് പോരും. പിന്നെ നമുക്ക് അത് ആ ഭാഗം ആ ഒരു പേപ്പർ കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് വലിച്ചെടുക്കരുത്, ഒരു മയത്തിൽ വലിക്കണം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഒട്ടിച്ചു, ഈ ഭാഗമൊക്കെ ക്ലിയറായി. ഇനി ഈ ഭാഗത്തിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൈ വഴുക്കണുണ്ട്, സോപ്പ് ഇപ്പം ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. കണ്ടാവും, ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോരും. അപ്പോൾ ഇനി ഈ ഭാഗം കൂടി വലിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൊട്ടിപ്പോകുന്നില്ലേ, അപ്പോൾ ആ ഭാഗത്തിന് നമുക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാം. വലിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ, അമർത്തി കൊടുത്താൽ മതി. സോപ്പ് പൊതിയൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോപ്പ് പൊതിയാൻ അധികം സമയമൊന്നും വേണ്ട, സിമ്പിളായിട്ട് പൊതിയാം. നമ്മുടെ ചെമ്പരത്തിയുടെ സോപ്പാണ്, കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മുടെ ഇങ്ങനത്തെ സോപ്പൊക്കെ ആകുമ്പോൾ റൗണ്ട് സ്റ്റിക്കർ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കറക്റ്റ് റൗണ്ടായിട്ട് ഇരിക്കും. കാരണം ഇത് റൗണ്ട് ഷേപ്പല്ലേ, അപ്പോൾ എത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ സോപ്പ് ഇരിക്കണം, നമ്മുടെ ചെമ്പരത്തി സോപ്പ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. ബ്രാൻഡ് നെയിം മറ്റൊരാളുടെ ബ്രാൻഡ് നെയിം ആയിരിക്കരുത്.
പിന്നെ അതിൽ രേഖപ്പെടുത്തേണ്ട മെയിൻ കാര്യം ഗ്രാം എത്രയാണെന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ TFM TFM ബാത്തിങ് സോപ്പാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഇത് ബാത്തിങ് സോപ്പാണ്, അതായത് ബ്യൂട്ടി സോപ്പാണ്, അപ്പോൾ TFM മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ സ്ഥാനത്ത് നമുക്ക് ടോയ്ലറ്റ് സോപ്പാണെങ്കിൽ അറിയാലോ 2 തരത്തിലുള്ള സോപ്പ് ഉണ്ടെന്ന്, ടോയ്ലറ്റ് സോപ്പും ബാത്തിങ് സോപ്പും. അപ്പോൾ ബാത്തിങ് സോപ്പിൽ TFM മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് 55 എബവ് എന്ന് വയ്ക്കാം, ബാത്തിങ് സോപ്പായ കാരണം കൊണ്ട്, ബ്യൂട്ടി സോപ്പായ കാരണം കൊണ്ട്. പക്ഷേ ബ്യൂട്ടി ബാർ എന്ന് വേണം വെക്കണമെങ്കിൽ കേട്ടോ. ഗ്ലിസറിൻ എന്ന് വെക്കരുത്, മെൻഷൻ ചെയ്യാൻ പാടില്ല. ഗ്ലിസറിൻ ഇത്ര പെർസെൻറ്റേജ് ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്ലിസറിൻ എന്ന് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യേണ്ടത് ഗ്ലിസറിൻ ബാർന്ന് വെക്കാം, ബാത്തിങ് സോപ്പ് എന്ന് വെക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ നമുക്കിതിൽ വേണ്ടത് മെയിനായിട്ട് എത്രയാണ് നമ്മളുടെ MRP, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങളൊരു MSME എപ്പോഴും നല്ലത് ഒരു ഓണ്ടർപ്രണർ ആണെങ്കിൽ നമുക്ക് ഉദ്യമ ആധാർ രജിസ്ട്രേഷൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഓണ്ടർപ്രണറെ സംബന്ധിച്ച് അത് മെയിൻ ഘടകമാണ്. അപ്പം 3 കാര്യം ശ്രദ്ധിക്കേണ്ടത്: 1 MRP, അതേപോലെ തന്നെ നെറ്റ് വെയിറ്റ് ഗ്രാം. പിന്നെ മെൻഷൻ ചെയ്യേണ്ടത് ഗ്ലിസറിൻ ആഡ് ചെയ്താലും ഗ്ലിസറിന്ന് മെൻഷൻ ചെയ്യാൻ പാടില്ല, ബാത്തിങ് ബാർന്ന് വേണം മെൻഷൻ ചെയ്യാൻ. അതായത് ഗ്ലിസറിൻ ബാത്തിങ് ബാർന്ന് മെൻഷൻ ചെയ്യാൻ, ഗ്ലിസറിൻ സോപ്പെന്ന് മെൻഷൻ ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് നിങ്ങളുടെ ബ്രാൻഡ് നെയിം എന്താണെങ്കിൽ അത് മറ്റൊരാളുടെ പേര് പാടില്ല കേട്ടോ. നിങ്ങളുടെ ബ്രാൻഡ് നെയിം നിങ്ങളുടെ തന്നെ ആയിരിക്കണം. അത് ട്രേഡ് മാർക്ക് പോലെയൊക്കെ എടുക്കുകയാണെങ്കിൽ 10,000 രൂപയൊക്കെ, അത് അറ്റോർണിന്ന് വേണമെങ്കിൽ എടുക്കാൻ. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ട്രേഡ് മാർക്ക് എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് ഫീസ് കുറവിൻ്റെ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോകരുത്, അത് തട്ടിപ്പാണ്. 10,000 രൂപ 10,500. എനിക്ക് അബീസ് ബസലിം അബീസ് ധനഞ്ജയ എന്നുള്ള 2 ട്രേഡ് മാർക്ക് ഞാൻ എടുത്തുള്ളതാണ്. 10,500 അതിൻ്റെ അറ്റോർണിയുടെ ഫീസ്. അപ്പോൾ 2 വർഷത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. വാച്ച് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ.